വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചൊവ്വാഴ്ച മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ വേദിയിൽ വ്ളാഡിമിർ പുടിൻ കയറി വന്ന് പറഞ്ഞത് ഒരു സാധാരണ പ്രസംഗമല്ലായിരുന്നു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പശ്ചിമ ലോകം ലോകക്രമം എന്ന പേരിൽ വാഴ്ത്തപ്പെടുന്ന സംവിധാനത്തിന്റെ അടിത്തറയിൽ കിടക്കുന്ന കള്ളങ്ങളെയും മിഥ്യാധാരണകളെയും വെല്ലുവിളിച്ച ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം. അന്ന് പലരും അതിനെ ഒരു റഷ്യൻ പ്രകോപനമെന്നും പുടിന്റെ പവർ ഷോ എന്നും കരുതി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രസംഗം 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ പ്രവചനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. പുടിൻ അന്ന് ചർച്ച ചെയ്തത് ഒരു രാജ്യത്തെയോ ഒരു പ്രത്യേക യുദ്ധത്തെയോ കുറിച്ചല്ല. അദ്ദേഹം ചോദ്യം ചെയ്തത് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമമെന്ന ആശയത്തെയാണ്. പാശ്ചാത്യ ലോകം ഈ പദത്തെ ലോകസമാധാനത്തിന്റെ അടിത്തറയായി ചിത്രീകരിച്ചുവെങ്കിലും റഷ്യയുടെ കാഴ്ചയിൽ അത് പൊള്ളയായ മുദ്രാവാക്യം മാത്രമായിരുന്നു. കാരണം ആരാണ് ആ നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ് യഥാർത്ഥ ചോദ്യം. പുടിൻ മ്യൂണിക്കിൽ തുറന്നടിച്ചത് ഇതായിരുന്നു. ഇത് നിയമങ്ങളുടെ ലോകക്രമമല്ല, മറിച്ച് അമേരിക്കൻ നിയമങ്ങൾ നിർമ്മിക്കുകയും ലോകമത് അനുസരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പ്രസംഗത്തിലെ ഏറ്റവും ശക്തമായ ഭാഗം ഏകധ്രുവ ലോകമെന്ന ആശയത്തോടുള്ള ആക്രമണമായിരുന്നു. ഒരു ശക്തി കേന്ദ്രം, ഒരു തീരുമാന കേന്ദ്രം, ഒരു യജമാനൻ, ഇതാണ് അമേരിക്ക നയിക്കുന്ന ലോകക്രമത്തിന്റെ അടിസ്ഥാനമെന്ന് പുടിൻ തുറന്നടിച്ചു. പക്ഷെ അദ്ദേഹം അവിടെ നിർത്തിയില്ല. ഈ മാതൃക ഒടുവിൽ സ്വയം തന്നെ തകർക്കുന്ന സംവിധാനങ്ങളാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ഈ രാജ്യത്തിന് മുഴുവൻ ലോകത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിന് പുറമെ ആ രാജ്യത്തെയും അതിന്റെ സ്ഥാപനങ്ങളെയും അകത്തുനിന്ന് ക്ഷയിപ്പിക്കുന്ന വഴിയിലേക്ക് നയിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഈ വിമർശനത്തിന് പിന്നിൽ ഉദാഹരണങ്ങളും അദ്ദേഹം നിരത്തി. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള അധിനിവേശം, ഇറാഖ് യുദ്ധം, യുഗോസ്ലാവിയക്കെതിരായ നാറ്റോ ബോംബിംഗ്, കൊസോവോ വിഷയത്തിൽ നടന്ന ഇടപെടൽ, ഇതെല്ലാം അമേരിക്കൻ നേതൃത്വത്തിലുള്ള ലോകക്രമം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകളാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അവഹേളിച്ചുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പിന്നീട് ലിബിയയിൽ നാറ്റോ നടത്തിയ വൻ ബോംബാക്രമണം സംഭവിച്ചപ്പോൾ പുടിൻ പറഞ്ഞതിന്റെ ഗൗരവം അല്ലെങ്കിൽ ആ ഒരു പൊരുൾ ലോകം കൂടുതൽ ശക്തമായി തിരിച്ചറിഞ്ഞു. ലിബിയയുടെ ഭരണകൂടം തകർന്നതോടെ അവിടെ ജനാധിപത്യം തുറന്നില്ല. പകരം കലാപവും അസ്ഥിരതയും അതിക്രമ സംഘങ്ങളും ഉയർന്നു വന്നു. 2007 പുടിൻ പറഞ്ഞ ആരും സുരക്ഷിതരല്ല എന്ന വാചകം ഒരു മുന്നറിയിപ്പായി മാറി. അന്താരാഷ്ട്ര നിയമം സംരക്ഷണ കവചമെന്ന വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ലോകം നിയമത്തിന്റെ നിയന്ത്രണത്തിലല്ല, ശക്തിയുടെ ഭാഷയിലേക്കാണ് വഴുതുന്നത് എന്ന ആശയം അദ്ദേഹം അന്നേ മുന്നോട്ട് വെച്ചു. എന്നാൽ പുടിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം നാറ്റോ വിഷയത്തിലാണ്. ശീതയുദ്ധം അവസാനിച്ചപ്പോൾ നാറ്റോ കിഴക്കോട്ട് വികസിക്കില്ല എന്ന തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയിരുന്നുവെന്ന് റഷ്യ വർഷങ്ങളായി ആരോപിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ നാറ്റോയുടെ സൈനിക സാന്നിധ്യം റഷ്യയുടെ അതിർത്തികളിലേക്കും അടുത്തു വന്നു. അതിനെ പുടിൻ പരസ്പര വിശ്വാസത്തെ തകർക്കുന്ന ഗുരുതരമായ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ചു. ആർക്കെതിരെയാണ് ഈ വിപുലീകരണം എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അതൊരു രാജ്യത്തിന്റെ ആശങ്ക മാത്രമല്ല, ഒരു സുരക്ഷാ ഭീഷണിയുടെ മുന്നറിയിപ്പായിരുന്നു ഉയർത്തിയത്. തൊട്ടടുത്ത വർഷം, അതായത് 2008 നാറ്റോ പുറത്തിറക്കിയ ബുക്കാറസ്റ്റ് പ്രഖ്യാപനം ഈ സംഘർഷത്തെ കൂടുതൽ ആഴത്തിലാക്കി. യുക്രൈനും ജോർജിയയും ഭാവിയിൽ നാറ്റോ അംഗങ്ങളാകുമെന്ന് ഉറപ്പു നൽകിയ പ്രഖ്യാപനം റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെ തീർത്തും അവഗണിച്ച തീരുമാനമായി മാറി. റഷ്യയുടെ അതിർത്തിയിൽ ഒരു സൈനിക സഖ്യത്തെ എത്തിക്കുന്നത് സാധാരണ സംഭവമല്ലെന്നും അത് ദീർഘകാല പ്രതിസന്ധിക്ക് വഴിയൊരുക്കുമെന്നും പുടിൻ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് യുക്രൈനിൽ കാണുന്ന യുദ്ധ സാഹചര്യം അതിന്റെ പ്രതിഫലനമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ പാശ്ചാത്യ ലോകം ഗൗരവത്തോടെ കേട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അറ്റ്ലാന്റിക് രാഷ്ട്രീയ സംവിധാനം റഷ്യയെ ഒരു സമാന ശക്തിയായി കാണുന്നതിന് പകരം നിയന്ത്രിക്കേണ്ട ഒരു പ്രതിസന്ധിയായി മാത്രം കാണുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 2018 റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വീണ്ടും അതേ ആശങ്കകൾ ഉയർത്തിയിട്ടും കാര്യമായ മാറ്റമൊന്നും സംഭവിക്കാതിരുന്നത്. നാറ്റോയുടെ സൈനിക സാന്നിധ്യം അതിർത്തികളിൽ അടിഞ്ഞുകൂടുന്നതായും യൂറോപ്യൻ യുദ്ധവേദി വ്യാപിപ്പിക്കുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു. അതുകൊണ്ടുതന്നെ 2022 യുദ്ധം പൊട്ടിത്തെറിച്ചത് ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രതിസന്ധിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി കൂടിച്ചേർന്ന അവിശ്വാസവും നാറ്റോയുടെ വിപുലീകരണവും കരാറുകളുടെ തകർച്ചയും ചേർന്ന് രൂപപ്പെട്ട വലിയ രാഷ്ട്രീയ തകർച്ചയുടെ ഫലനമായിരുന്നു അത്. പതിറ്റാണ്ടുകളായി കൂടിച്ചേർന്ന അവിശ്വാസവും നാറ്റോയുടെ വിപുലീകരണവും കരാറുകളുടെ തകർച്ചയും ചേർന്ന് രൂപപ്പെട്ട വലിയൊരു രാഷ്ട്രീയ തകർച്ചയുടെ ഫലമായിരുന്നു അത്. പുടിൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ലോകക്രമം എന്ന പേരിലുള്ള സംവിധാനം തന്നെ ഈ ഘട്ടത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ റിപ്പോർട്ടുകൾ ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നത്തെ മറച്ചുവെക്കാനുള്ള ശ്രമമായി മാറുന്നു. കാരണം ട്രംപിന് മുമ്പ് തന്നെ നാറ്റോയുടെ വിപുലീകരണവും അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇടപെടലുകളും ലോകസ്ഥിരതയെ തകർത്തിരുന്നു. ട്രംപ് ചെയ്തത് അതിന്റെ നയതന്ത്ര മൂടുപടം മാറ്റി യാഥാർത്ഥ്യം തുറന്നു പറയുക എന്നതാണ്. യൂറോപ്പ് അമേരിക്കയുടെ സുരക്ഷാ കുടക്കീഴിലാണ്.
അതിനാൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സന്ദേശമാണ് ട്രംപ് പരസ്യമാക്കിയത്. അതുകൊണ്ടാണ് JD വാൻസിന്റെ പ്രസംഗം യൂറോപ്യൻ നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകക്രമം ഒരു പങ്കാളിത്തമാണെന്ന വിശ്വാസം അവിടെ തകർന്നു. അത് മൂല്യങ്ങളുടെ പ്രശ്നമല്ല, ശക്തിയുടെ രാഷ്ട്രീയമാണ് എന്ന തിരിച്ചറിവാണ് യൂറോപ്പിനെ ആശങ്കയിലാഴ്ത്തിയത്. അതിനാൽ തന്നെ നിയമാധിഷ്ഠിത ലോകക്രമം സംരക്ഷിക്കണമെന്ന യൂറോപ്യൻ വാദം പലപ്പോഴും പഴയ സ്വാധീനവും സുരക്ഷാ ഉറപ്പും നിലനിർത്താനുള്ള ശ്രമമായി മാത്രം മാറുന്നു. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. 19 വർഷങ്ങൾക്ക് മുമ്പ് മ്യൂണിക്കിൽ പുടിൻ നടത്തിയ പ്രസംഗം ഒരു വ്യക്തിയുടെ അസ്വസ്ഥതയല്ലായിരുന്നു. അത് ശീതയുദ്ധാനന്തര കാലത്ത് ലോകം പിന്തുടർന്ന അമേരിക്കൻ ആധിപത്യ മാതൃകയുടെ നേരെയുള്ള കടുത്ത മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് അവഗണിക്കപ്പെട്ടപ്പോൾ അതിന്റെ വില ലോകം ഇന്ന് യുക്രൈനിലെ യുദ്ധത്തിലൂടെ നൽകുകയാണ്. പുടിൻ പറഞ്ഞ ഏകധ്രുവ ലോകത്തിന്റെ അപകടം യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു.